പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് മോളെ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പം ഞങ്ങൾ അവിടുന്ന് അന്ന് കുട്ടികൾക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പം എൻ്റെ മോളുടെ കൂട്ടത്തിൽ ബാക്കി കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു. അവരും കൂടെ ഞങ്ങൾ പേരൻസ് ഉള്ളതുകൊണ്ട് അവർ വിടാൻ തയ്യാറായി. അതുകൊണ്ട് ഞങ്ങൾ മൊത്തം 11 പേരാണ് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്രയാക്കാൻ വേണ്ടി കൂട്ടുകാരികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവർക്കും നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ ചെല്ലുന്ന കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമൊക്കെയാണ്. പിന്നെ എല്ലാവർക്കും സങ്കടമുണ്ട്. കൂട്ടുകാരികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പം കുറച്ച് ദിവസം 10 ദിവസമെങ്കിലും മാറി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസമുണ്ട്. ഇതാണ് ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ നല്ല ഫുഡ്. ഇത് OP ബ്ലോക്കാണ്. അവിടെ ഇപ്പം ഇത് തൊട്ടടുത്തൊരു ക്ഷേത്രമാണ്, ദേവീക്ഷേത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ക്ഷേത്രമാണ്. ഇത് ആന്ധ്ര ടൗണിൻ്റെ രാത്രികാല ദൃശ്യമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോഴത്തേന് ടൗണിലെ കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ആപ്പാടെ ഒരു സങ്കടമുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കൂട്ടത്തിലൊരു കൊച്ച് വരുന്നുണ്ടായിരുന്നു, വാഗത്താനത്തുള്ളതാണ്. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചായിരുന്നു. അപ്പോൾ അതിനെ അത് അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളും ആപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി. കാരണം അതിനെ അറിയിക്കാതെ വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊക്കെ അതിന് കരച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലാണെന്ന് മാത്രമേ അറിയിച്ചുള്ളൂ, മരിച്ച വിവരം അറിയിച്ചില്ല. പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴത്തേനും അവിടെ ശുഭം എന്നും പറഞ്ഞൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. നല്ല ഫുഡാണെന്ന് കുട്ടികൾ പറഞ്ഞു. അന്നേരം അവിടുന്ന് വൈകിട്ട് ട്രെയിനിൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ ട്രെയിനിലെ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കയറി ഫുഡ് കഴിച്ചു. അതിന് കഴിഞ്ഞ് സ്റ്റേഷനിൽ വന്നു. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അത് തന്നെ ടിക്കറ്റ് സ്റ്റേഷനിൽ തന്നെയാണ് എടുത്ത്, ബുക്ക് ചെയ്യാതെയാണ് പോയത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു, ഇരിക്കാനൊക്കെ ആണെങ്കിലും. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നല്ല ഇതായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് സീറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശബരിയാണ് വരുന്നത്. ശബരി 9 മണിയാണ് സമയം കാണിച്ചിരിക്കുന്നത്. ട്രെയിൻ വന്നപ്പോഴത്തേനും 9:30 ഇപ്പം ഞങ്ങളവിടെ നിന്ന് ട്രെയിനിൽ കോട്ടയത്തിന് ഞങ്ങൾക്ക് കിട്ടിയതൊരു നല്ലൊരു കമ്പാർട്ട്മെൻറ്റാണ്. ഒരു പുതിയ ബോഗിയായിരുന്നു ശബരി എക്സ്പ്രസിൻ്റെ. അതുകൊണ്ട് നല്ല സീറ്റും ഇഷ്ടം പോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാനും ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റൊക്കെ നല്ല പുതിയ ബോഗി ആയതുകൊണ്ടായിരിക്കും എല്ലാം നല്ല നീറ്റായിരുന്നു. മറ്റേ നമുക്കറിയാമല്ലോ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേന് കഴിവതും ആൾക്കാർ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നിടത്തല്ലാതെ ബാത്റൂമിൽ പോകത്തില്ല. കാരണം ട്രെയിനിൽ അത് ഭയങ്കര കാരണം കൂടുതൽ ഈ അന്യസംസ്ഥാന ആൾക്കാരൊക്കെയാണ്. അവരൊന്നും ഒരു ടോയ്ലറ്റിൽ കയറിപ്പോലും അവർ വൃത്തിയാക്കില്ല. അവരുടെ കാര്യം കഴിഞ്ഞ് പോകുമെന്നല്ലാതെ അവർ വൃത്തിയാക്കിയിടത്തില്ല. അതുമൂലം മറ്റുള്ള യാത്രക്കാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളതും ആരും ചിന്തിക്കുന്നില്ല. നമ്മളെവിടെ കയറിയാലും നമ്മുടെ വീട് പോലെ അത് കരുതുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ അതാരും ചെയ്യാറില്ല. അപ്പോൾ ആ കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ടൗണിലെ ഒന്നും ഞാൻ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആ ടൗണിലെ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തിരക്കാണ്. കാരണം പകലും രാത്രി എല്ലാം ജനങ്ങളങ്ങ് ഒഴുകുകയാണ്. കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് തിരക്കാണെന്നറിയാം. നമ്മളിപ്പം കോട്ടയത്തോട്ടൊക്കെ ചെന്ന കടകളിലൊന്നും പകലൊക്കെ ചെന്ന ആരുമില്ല. വൈകുന്നേരങ്ങളിൽ മാത്രമേ കടകളിൽ തിരക്കുള്ളൂ. പകലൊന്നും എത്ര തിരക്കുണ്ടായിരുന്ന കടകളിലാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിലെ വളരെയേറെ ബിസിനസ് എന്ന് പറയുന്ന മേഖല മുഴുവൻ തകർന്നിരിക്കുകയാണ്. മിക്ക കടയിലും രാത്രി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മറ്റേ മാളുകളൊക്കെ വന്നുകൊണ്ട് കുറേ ആൾക്കാർ അവിടുത്തെ കാഴ്ച കാണാനും ഒക്കെ അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ടൊക്കെ മാളുകളിലൊക്കെ തിരക്കുണ്ട്. അല്ലാതെ സാധാരണ കടകളിലൊന്നും തിരക്കില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ആന്ധ്രയിൽ അങ്ങനെയല്ല. അവിടെ ഏറ്റവും ചെറുകിട കടകളിൽ അതുപോലെ തിരക്കാണ്. ഇങ്ങോട്ട് വന്നപ്പം കണ്ട കാഴ്ച എനിക്കന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയൊരു മൂഡില്ലായിരുന്നു. കാരണം ഈ ഒരു വാർത്തയും കൂടെ അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ ഇങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കുറച്ച് മാത്രം അന്നേരം അവിടെ ട്രെയിനിൽ വരുമ്പോഴത്തേനും അറിയാതെ ഇഷ്ടംപോലെ പാട്ടുകാരൊക്കെ വരുന്നുണ്ട്. ചിലരൊക്കെ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഒരേ പാട്ടൊക്കെ തന്നെയാണ് അവർ പാടുന്നത്. ഫാമിലിയായിട്ട് വരുന്നവരുണ്ട്, അങ്ങനെ ബിരുദുകാരുണ്ട്. പിന്നെ കൂടുതലും കുറച്ച് വേറെ മറ്റുള്ള കുറച്ച് ബിരുദുകാരുണ്ട്. അതെല്ലാം ട്രെയിൻ യാത്രയിലുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പാലക്കാടൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഹിന്ദിക്കാരുള്ളതുകൊണ്ട് ഇത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഭാഗമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ട് മുഴുവൻ കാണാം. ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ട് മുഴുവൻ സോളാർ
പ്രൊഫൈലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുഴുവൻ സോളാർ പാനലുകൾ നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന സൈഡിൽ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് കാരണം ഈ കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ള കൂട്ടുകാർക്കൊന്നും ആ പടം എല്ലാവരും ഒരു മൂഡ് ഓഫ് ആയി പോയി. അപ്പോൾ അങ്ങനെ ഒരു യാത്ര ആയതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സംസ്കാരം ഇന്നാണ്, വാകത്താനത്ത് വെച്ചാണ്. അപ്പം ഹോസ്പിറ്റലായിരുന്നു, കഴിഞ്ഞ ദിവസം എല്ലാം മേലായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇതാണ് മരണപ്പെട്ട ആൾ. അപ്പോൾ സംസ്കാരം ഇന്ന് 3 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടം വരെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് കോട്ടയം കാണുമ്പം തന്നെ ഒരു സന്തോഷമാണ് മനസ്സിന്. 2 ദിവസം മാറി നിന്നെങ്കിലും നമ്മുടെ കോട്ടയം ഒന്ന് കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പം നമ്മൾ കോട്ടയത്ത് എത്തിയിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് വാകത്താനത്തെ ശവസംസ്കാര ചടങ്ങ്. MRFിലെ റിട്ട ഉദ്യോഗസ്ഥൻ മണിയലയിൽ ജോസ് കുര്യാക്കോസ് 56 വയസ്സാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മോള് സോന ജോസാണ് ആന്ധ്ര നെല്ലൂരി മോടെ കൂടെ പഠിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ കുട്ടിയുടെ ഭവനത്തിലെത്തുകയും അവർ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയും ചെയ്തു.